ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദു അബിയെ ലോക്കപ്പിലിട്ട് തല്ലി ചതക്കുകയാണ് കേട്ടോ. അബിയെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് ജലജ വക്കീലിനെ കൂട്ടിയിട്ട് ചെന്നെങ്കിലും നന്ദു അത് ഒട്ടും തന്നെ സമ്മതിക്കാതെ ജാമ്യം കൊടുക്കുന്നില്ല. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ കള്ളക്കടത്ത് സ്വർണത്തിന്റെ ഗ്യാങ്ങിലെ മുഖ്യപ്രതിയായ ഇവനെ ജാമ്യത്തിൽ വിട്ടയക്കാനും പറ്റില്ല എന്ന് തന്നെ തീർത്ത് പറയുകയാണ് നന്ദു. അബിയെ ജാമ്യത്തിൽ ഞാൻ ഇറക്കിക്കൊണ്ട് വരുമെന്നൊക്കെ എല്ലാവരോടും വെല്ലുവിളിച്ചിട്ട് പോയ ജലജയെ നന്ദു നാണം കെടുത്തിയാണ് കേട്ടോ തിരിച്ചയക്കുന്നത്. തിരിച്ച് അനന്തപുരിയിൽ എത്തിയിട്ടോ എല്ലാവരോടും വളരെ മോശമായിട്ട് തന്നെയാണ് ജലജ പെരുമാറുന്നത്. റൂമിൽ വിഷമിച്ചിരിക്കുന്ന നവ്യയുടെ അടുത്ത് ചെന്നിട്ട് ജലജ പറയുന്നുണ്ട്, നിന്റെ അനിയത്തിക്ക് ഭയങ്കര അഹങ്കാരമാണ് ഇപ്പോൾ. അവൾ എന്താ ചെയ്തെന്നറിയാവോ? എന്നെ ആ വക്കീലിന്റെ മുമ്പിലിട്ട് അവൾ നാണം കെടുത്തി. എന്നെ കൂടെ ജയിലിൽ കയറ്റണമെന്ന് അവളുടെ ആഗ്രഹം. അവൾ പറയുക അവനെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തതിൽ എനിക്ക് നല്ല പങ്കുണ്ടെന്ന്. അതുകൊണ്ട് എന്നെയും കൂടെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് ഓർത്തിട്ട് ഇപ്പം അവൾക്ക് വിഷമം. ഒരു കാര്യം നീ ഓർത്തോ നവ്യെ, നിന്റെ അനിയത്തി ഈ ചെയ്യുന്നതൊന്നും നല്ലതിനല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ അവൾക്ക് തന്നെ ദോഷമായിട്ട് വരും. അങ്ങനെ വന്നാലും അവളെ സപ്പോർട്ട് ചെയ്യാനും അവളെ താങ്ങി പിടിക്കാനും ഒക്കെ ആൾക്കാരുണ്ടല്ലോ. ഇവിടിപ്പം ആരും ഇല്ലാതായി പോയത് നമുക്ക് മാത്രമല്ലേ? എല്ലാവരും നമുക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് നവ്യെ. എൻ്റെ മോനെ അവൾ ആ ലോക്കപ്പിലിട്ട് തല്ലി ചതച്ചിട്ട് പോലും ഇവിടുന്ന് ഒരാൾ പോലും അവനെ ഒന്ന് കാണാനോ അവന് വേണ്ടിയിട്ട് ഒന്ന് സംസാരിക്കാനോ ജാമ്യത്തിന്റെ കാര്യങ്ങൾ റെഡിയാക്കാനോ പോയിട്ടില്ല. നീ ഞാനും മാത്രമേ അവനെ കാണാൻ പോയിട്ടുള്ളൂ. അനി ലോക്കപ്പിൽ കിടന്നപ്പം ഇവിടുന്ന് എല്ലാവരും മാറി മാറി അവനെ കാണാൻ പോകലായിരുന്നു. എല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്നോടും എൻ്റെ മോനോടും മാത്രമാണ് ഇവർക്ക് ഇത്രയും ശത്രുത. ഇവർ പണ്ടേ ഇതുപോലെ തന്നെയാണ്. എന്നോടും എൻ്റെ മോനോടും മാത്രമാണ് ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നത്. എന്നെ ദത്തെടുത്ത് വളർത്തിയോണ്ടായിരിക്കും എൻ്റെ മോന് ഈ അവസ്ഥ ഉണ്ടായത്. ഇനിയിപ്പോൾ എൻ്റെ കൊച്ചുമോൻ്റെ അവസ്ഥയും അതാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. അബിയുടെ ഭാര്യയായി ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് മാത്രം നിന്റെ വിധിയും ഇങ്ങനായി പോയല്ലോ നവ്യെ. എല്ലാം ഓർക്കുമ്പം എനിക്ക് നല്ല വിഷമമാവുന്നുണ്ട്. എന്ത് ചെയ്യാനാ, നമ്മുടെ കൂടെ നിൽക്കാൻ പോലും ആരും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമം പറയുകയാണ് കേട്ടോ നവ്യയുടെ അടുത്ത്. നവ്യക്ക് ഇതൊക്കെ കേട്ടിട്ട് നല്ല വിഷമമൊക്കെ ആവുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, ഞാൻ പോയപ്പോഴും അവൾ എന്നോട് അങ്ങനെ തന്നെയാണ് അമ്മയെ പെരുമാറിയത്. അബിയോട് എന്തോ മുൻവൈരാഗ്യം ഉള്ള പോലെ അവൾ പെരുമാറുന്നേ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമുക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എന്നാലും ഞാൻ വിട്ടുകൊടുക്കുകയല്ല. എൻ്റെ അബിയെ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ. എൻ്റെ അബി ജയിലിൽ പോകാതെ നോക്കേണ്ടത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തമല്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശരി അബിയെ ജയിലിലേക്ക് അയക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് തന്നെ പറയുകയാണ്. അപ്പൊ ജലജ പറയുന്നുണ്ട്, അതെങ്ങനെ നടക്കും മോളെ? നിന്റെ അനിയത്തി തന്നെയല്ലേ അവനെ ഇപ്പൊ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. ദേ ഇപ്പം വക്കീലുമായിട്ട് പോയിട്ട് പോലും ജാമ്യം തരത്തില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പൊ അവനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാ. കോടതിയിൽ നമ്മൾ അതിനെ ശക്തമായിട്ട് തന്നെ എതിർക്കണം. നല്ല സാമർത്ഥ്യക്കാരനായ ഒരു വക്കീലിനെ വെച്ചിട്ട് നമുക്ക് വാദിക്കണം. അബിയെ ജയിലിലേക്ക് അയക്കാൻ പാടില്ല. പിന്നെ നിന്റെ ഭർത്താവ്, നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഒരു ജയിൽ പുള്ളിയാണെന്ന് 4 ആൾക്കാർ പറയും. അതിൽ പരം നാണക്കേട് വേറെ എന്തുണ്ട്? അങ്ങനെ നാണം കെട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ നവ്യെന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ജലജ ഇങ്ങനെ നവ്യനെ ഇങ്ങനെ വിഷം കുത്തി വെച്ചോണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നവ്യ തിരിച്ചു പറയുന്നുണ്ട്, അമ്മേ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അമ്മേ. നേരത്തെ അമ്മ പറഞ്ഞപ്പോൾ പോലും ഞാൻ ഇത്രയും വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എൻ്റെ അബിയെ ജയിലിലേക്ക് അയക്കാനായിട്ട് ആദർശനും നയനയ്ക്കും നന്ദുവിനും ഒക്കെ ഭയങ്കര ഉത്സാഹമായിപ്പം. എന്ത് വന്നാലും കുഴപ്പമില്ല, അവനെ ജയിലിലാക്കണമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന നയനയാണോന്ന് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്. ഇനി എനിക്ക് അതുപോലെ ഒരു അനീതിമാരില്ല. അതുപോലെ ഒരു അനീതിമാരെ ഇനി ഒരിക്കലും എനിക്ക് വേണ്ടതാനും. എൻ്റെ അബിയെ ജയിലിൽ കയറ്റാൻ ആരൊക്കെ കാരണക്കാരാവുന്നു അവരാരും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അവരുമായിട്ട് ഇനി എനിക്കൊരു ബന്ധവും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാൻ കേട്ടോ നമ്മുടെ നവ്യ. അപ്പൊ ജലജ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മോളെ, ഇനിയിപ്പം നമുക്ക് മുമ്പിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. കോടതിയിൽ അബിയെ ഹാജരാക്കുമ്പം നല്ലൊരു വക്കീലിനെ വെച്ച് വാദിക്കണം. കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് അബിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് തന്നെ പറയുകയാണ്. അതിന്റെ പേരിൽ എത്ര കാശ് ചെലവായാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് തന്നെ നടക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ജലജയും നവ്യയും കൂടെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം നമ്മുടെ ജലജയുടെ മോള് വിളിക്കുകയാണ് അയർലൻഡിൽ നിന്ന്. അവളുടെ പഠിത്തമൊക്കെ പൂർത്തിയായതുകൊണ്ട് തന്നെ ഉടനെ അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ വരുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ആയിട്ട് ജലജയെ വിളിക്കുകയാണ്. അങ്ങനെ ജലജയെ വിളിക്കുമ്പോഴേക്കും ജലജ ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയുകയാണ് അവന്തികയോട്. ജലജയുടെയും അബിയുടെയും അതേ സ്വഭാവം തന്നെയാണ് കേട്ടോ ഈ അവന്തികയ്ക്കും. അങ്ങനെ നയനയുടെ വീട്ടുകാരും കൂടെ ഇങ്ങോട്ടേക്ക് വന്നേ പിന്നെയാണ് ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നയനയുടെ അനിയത്തി നന്ദു ഒരു പോലീസ് ഓഫീസറാണ്. അവളാണ് ഇപ്പൊ അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് മാത്രമല്ല അവനെ ലോക്കപ്പിലിട്ട് തല്ലി ചതയ്ക്കുകയും ചെയ്തു. ഇന്ന് അവനെ കാണാൻ പോയിട്ട് എൻ്റെ ചങ്ക് പൊട്ടിപ്പോവുക ചെയ്തത്. അബിയെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് ഒരു വക്കീലിനെ കൂട്ടിയിട്ടൊക്കെയാ മോളെ ഞാൻ പോയത്. എന്നിട്ട് പോലും അവള് എന്തൊരു ധിക്കാരത്തോടെ എന്നോട് പറഞ്ഞെന്നറിയാവോ അവന് ജാമ്യത്തിൽ വിടത്തില്ല എന്നുള്ള കാര്യം. ആ വക്കീലിന്റെ മുമ്പിലിട്ട് എന്നെ നാണം കെടുത്തി. അവൾക്ക് എന്നെയും കൂടെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടണമെന്നായിരുന്നു അത്ര ആഗ്രഹം. കാരണം എല്ലാം ചെയ്തത് അവനും ഞാനും കൂടെ ചേർന്നിട്ടാണെന്ന്.
നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട കേസായിരുന്നു മോളെ ഇത്. അതിനെ ഇത്രയും ഊതി വീർപ്പിച്ച് ഇത്രയും വലിയ പ്രശ്നങ്ങളാക്കിയത് ഇവൾ ഒറ്റൊരുത്തി കാരണമാ, ഈ നന്ദു. അനിയെ വിവാഹം കഴിക്കാൻ പറ്റാത്തതിന്റെ വിഷമമൊക്കെ അവൾ ഇങ്ങനെയാ തീർക്കുന്നത്. എന്തായാലും അവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല മോളെ. എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉടനെ തന്നെ ഉണ്ടാക്കണം. എങ്ങനെയെങ്കിലും നിന്റെ ഏട്ടനെ പുറത്തിറക്കണം. ഇപ്പം അതിനുള്ള മാർഗമൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഞാൻ വരട്ടെ, ഞാൻ വന്നിട്ട് ഞാൻ അവളെ ശരിയാക്കുന്നുണ്ട്. എൻ്റെ സ്വഭാവം അവൾക്ക് ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ടാണ്. ഞാൻ അങ്ങോട്ടേക്ക് ആദ്യം വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ അവന്തിക. അല്ല മോളെ, നിന്റെ പഠിത്തമൊക്കെ ഇപ്പൊ കഴിഞ്ഞല്ലോ, എപ്പോഴാ മോളി നീ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ജലജ. അപ്പൊ അവള് പറയുന്നുണ്ട്, അമ്മേ ഞാൻ എന്തായാലും വരുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാ അമ്മേനെ ഇപ്പൊ വിളിച്ചത്. നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഞാൻ അങ്ങ് എത്തും അമ്മേ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അവളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ അഭിയേട്ടനെ ലോക്കപ്പിലിട്ട് തല്ലിച്ചതച്ച അവളെ ഒന്ന് എനിക്ക് നേരിട്ട് കാണണം. എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ, വന്നിട്ട് നമുക്ക് ബാക്കി എന്താന്ന് വെച്ചാൽ നോക്കാം. ആരെയും വെറുതെ വിടാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല. അമ്മ എന്തായാലും അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അമ്മേ. മിക്കവാറും നാളെ തന്നെ ഞാൻ ഇവിടെ എത്തും. അമ്മ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ബാക്കി കാര്യമൊക്കെ ഞാൻ ഏറ്റു. അമ്മ എന്തായാലും ഇനി അത് ഓർത്ത് വിഷമിക്കേണ്ടി വരില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അപ്രതീക്ഷിതമായിട്ട് അവന്തിക അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. കാര്യം ഈ ആഴ്ച തന്നെ ഞാൻ അങ്ങോട്ടേക്ക് എത്തുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അബിയുടെ ഈ ഒരു അവസ്ഥയൊക്കെ ജലജ പറഞ്ഞു കേട്ടപ്പോഴേക്കും എമർജൻസി ആയിട്ട് തന്നെ അവൾ വരികയാണ് കേട്ടോ. അനന്തപുരിയിൽ ഒരു കോലിളക്കം സൃഷ്ടിക്കണമെന്ന് തന്നെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ അവന്തിക ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ അവന്തിക അങ്ങോട്ടേക്ക് വന്ന് എത്തുകയാണ്. കാറിന്റെ ഡോർ തുറന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും തികച്ചും മോഡേൺ ആയിട്ടുള്ളൊരു ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ടാണ് കേട്ടോ അവന്തിക എത്തുന്നത്. അനന്തപുരിയിലെ ജലജയുടെ പ്രിയപ്പെട്ട മകൾ, അബിയുടെ സ്വന്തം അനീതി. അയർലൻഡിലെ പഠനമൊക്കെ പൂർത്തിയാക്കി തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ അവന്തിക. കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവന്തികയുടെ ഈ വരവും. അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ അവന്തിക അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരോടും സംസാരിക്കുന്നതും ഒക്കെ. അങ്ങനെ എല്ലാവരും അവന്തികയെ കണ്ടിങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. കാരണം നവ്യ ഇതിനു മുമ്പ് മോഡേൺ ഡ്രസ്സ് ധരിച്ചപ്പോൾ പോലും നവ്യ വിമർശിച്ചവരാണല്ലോ. അവന്തിക പക്ക മോഡേൺ ഡ്രസ്സിലാണ് കേട്ടോ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ ആർക്കും തന്നെ അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. എന്നാലും എല്ലാവരും സന്തോഷത്തോടു കൂടി ഇത്രയും നാളുകൾക്ക് ശേഷം കാണുന്നതല്ലേ, അതുകൊണ്ട് തന്നെ അങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് അവരോട്. എന്നാൽ ഇവരോടുള്ള ദേഷ്യങ്ങളൊക്കെ പുറത്ത് കാണിക്കാതെ അവന്തികയും അവരോട് ചിരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എന്നാൽ ആ ചിരിയുടെ പിറകിൽ നയനോട് മാതൃശനോടും അതുപോലെ തന്നെ ആ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെയുള്ള അടങ്ങാത്ത പകയും വൈരാഗ്യം ഒക്കെ ഉണ്ടായിരുന്നു. സ്വന്തം ഏട്ടനെ ഇപ്പം ലോക്കപ്പിലാക്കിയ, അതുപോലെ തന്നെ കുടുംബത്തിനകത്ത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച നയനയും നയനയുടെ കുടുംബത്തിനെയൊക്കെ ഓർത്തിട്ട് അവർക്ക് അടങ്ങാത്ത പകയാണ്. അതുപോലെ തന്നെ നയനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് കേട്ടോ അവളുടെ പ്രധാന ലക്ഷ്യം. അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് കഴിയുമ്പോഴേക്കും അബിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവന്തിക ചോദിക്കുന്നുണ്ട്. അബിയേട്ടനെ എന്തിന്റെ കാരണത്താലാണ് അറസ്റ്റ് ചെയ്തതെന്നൊക്കെയുള്ളത് എനിക്കറിയണം. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അമ്മ പറഞ്ഞ് ഞാൻ അറിയാറുണ്ട്. പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഇവിടെ ഇരട്ടത്താപ്പ് നയം നടക്കുന്നുണ്ട് അല്ലേ മുത്തശ്ശ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ ആരും തന്നെ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ചന്തുമോളുടെ കാര്യങ്ങളോ അനഘയുടെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവൾ അറിഞ്ഞിട്ടില്ലല്ലോ. മുത്തശ്ശിയും ദേവയാനിയും കൂടെ പറയുന്നുണ്ട്, എന്തായാലും മോള് വന്നതല്ലേ ഉള്ളൂ, എന്തായാലും മോൾ ആദ്യം പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി റെഡിയാക്കി ഭക്ഷണമൊക്കെ കഴിക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ജലജ അവന്തികനെ കൂട്ടിയിട്ട് റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ റൂമിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ജലജ ദേഷ്യത്തോടു കൂടി തന്നെ അവന്തികയോട് പറയുന്നുണ്ട്, കണ്ടല്ലോ എല്ലാവരുടെയും മട്ടും ഭാവവും നീ കണ്ടില്ലേ, നിന്റെ ഏട്ടനെ ജയിലിലേക്ക് അയക്കാൻ അവർക്കൊക്കെ ഭയങ്കര ഉത്സാഹമാണ്, അവർക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാ. നീ അക്കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവരതിനൊന്നും ഉത്തരം പറഞ്ഞില്ലല്ലോ. നീ അബിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ, മിണ്ടാതിരിക്കുകയല്ലേ ചെയ്തത്. അപ്പൊ അവന്തിക പറയുന്നുണ്ട്, ഞാനത് ശ്രദ്ധിച്ചു അമ്മേ, എല്ലാം ശരിയാക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ നീ നാളെ വരുമെന്നല്ലേ പറഞ്ഞ്, പിന്നെ ഇന്നെങ്ങനെയാ പെട്ടെന്ന് വന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മേ, ഞാൻ അമ്മയെ വിളിച്ചത് ഈ ആഴ്ച തന്നെ ഇവിടെ എത്തുമെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിലും കൂടെ പോയിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് കരുതിയിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. പക്ഷേ അമ്മ വിളിച്ചിട്ട് അഭിയേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഒട്ടും സമയം കളയാൻ തോന്നിയില്ല. അപ്പോൾ തന്നെ എമർജൻസി ആയിട്ട് ടിക്കറ്റ് എടുത്ത് ഞാൻ ഇങ്ങി പോകുന്നു. എൻ്റെ അമ്മയും ഏട്ടനൊക്കെ ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ആദ്യം ഇങ്ങോട്ടേക്ക് തന്നെ വരാമെന്ന് കരുതിയെന്ന് പറയുകയാണ്. ഇവിടെ ഒരു അഴിച്ചുപണിയൊക്കെ നടത്തേണ്ടത് അത്യാവശ്യമല്ലേ അമ്മേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെന്ന് പറയുകയാണ്. എന്തായാലും ജലജയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അവന്തികനെ കാണുമ്പോഴേക്കും. അവന്തികനെ കെട്ടിപ്പിടിച്ചിട്ട് ജലജ കരഞ്ഞോണ്ട് തന്നെ പറയുന്നുണ്ട്, എന്നാലും നിന്റെ ചേട്ടൻ്റെ അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കും മോളെ, അവരെല്ലാരും കൂടെ നിന്റെ ഏട്ടനെ ജയിലിൽ കയറ്റാനാണ് നോക്കുന്നത്. ആ നായനാന്ന് പറയുന്നവളുണ്ടല്ലോ, അവളുടെ അനിയ ചെയ്തതിനെല്ലാം കാരണം. അവൾക്ക് ആ അബിയോട് ഇത്രയും ശത്രുത. അവളെ അനിയെ കല്യാണം കഴിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ കുറെ ശ്രമിച്ചതാ, പക്ഷെ അതൊന്നും നടന്നില്ല. ആ ഒരു ദേഷ്യം മുഴുവൻ അവൾ അബിയോട് തീർക്കുക ചെയ്തെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അവന്തികയുടെ മുഖമൊക്കെ അങ്ങ് മാറുന്നുണ്ട്.
അവന്തികയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വർത്തമാനത്തിലും അവരോടുള്ള ദേഷ്യവും പകയും ഒക്കെ ഉണ്ടായിരുന്നു. അവന്തിക പറയുന്നുണ്ട്, എൻ്റെ ഏട്ടനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുകയല്ലേ അവളെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അമ്മേ. പലിശയും മുതലും ചേർത്ത് അവക്കുള്ളതെല്ലാം തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഭയങ്കര ദേഷ്യത്തോടെ തന്നെ ജലജയോട് ഇങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ അവന്തിക. ജലജ മകൾക്ക് എല്ലാ പിന്തുണയും നൽകുകയാണ്. എന്നിട്ട് ജലജ അവന്തികയോട് പറയുന്നുണ്ട്, ആ നയന എന്ന് പറയുന്നുള്ള ഗർഭിണിയാണെന്നുള്ള അഹങ്കാരത്തിലാണ് ഇപ്പം നടക്കുന്നത്. ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയാൽ തന്നെ നമ്മൾ ജയിച്ചതുപോലെ ആകും. പക്ഷെ നിന്റെ ഏട്ടൻ മന്ദബുദ്ധി ആയതുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്ന എല്ലാ കാര്യവും പരാജയപ്പെടുക മോളെ. എന്ത് ചെയ്താലും അത് തിരിച്ച് അവനിട്ട് തന്നെയാണ് കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇവർക്ക് വിശേഷം ഉണ്ടെന്ന് കരുതി വലിയ പൂജയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തു. ആ പൂജ ചെയ്യിച്ചത് അവളെ കൊണ്ടായിരുന്നു. പൂജ ചെയ്യുന്ന സമയത്ത് അവളെ പാമ്പ് കടിക്കാനായിട്ട് ഒരു പാമ്പിനെ കൊണ്ടുവന്ന് പൂക്കോട്ടയിലൊക്കെ വെച്ചു. ആ പൂക്കോട്ടയിൽ നിന്ന് ആ പാമ്പ് ഇറങ്ങി പോയിട്ട് ആ പാമ്പ് അവസാനം എന്നെ തന്നെ വന്ന് കടിക്കുകയായിരുന്നു. അന്ന് തന്നെ ഞാൻ മരിച്ചു പോകുന്ന ഓർത്താ മോളെ. നല്ല ഉഗ്രവിഷമുള്ള ഒരു മൂർക്കം പാമ്പിന്റെ കടിയായി ഏറ്റത്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. അതുപോലെയാ നിന്റെ ഏട്ടന്റെ ഓരോരോ കാര്യങ്ങൾ. ഇനിയിപ്പം നീ വന്നല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ നീ വേണം എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മകളെ ഉപദേശിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജലജ അവന്തികയോട് പറയുന്നുണ്ട്, ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്ന് ആയിട്ട് വേണം നിന്നെ ഒരു കോടീശ്വരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ. അതാണ് എൻ്റെ ആഗ്രഹവും. അതിനായിട്ട് മോളും കൂടെ ഒന്ന് ശ്രമിക്കണം. ഇപ്പം എന്തായാലും മോള് ചെന്ന് അച്ഛനും അമ്മയും ഒന്ന് കണ്ടേക്ക്. അവരുടെ നല്ല പുസ്തകത്തിൽ ഇടം പിടിക്കേണ്ടത് നിന്റെയും കൂടെ ആവശ്യമാണ്. അവരെ ആദ്യം കയ്യിലെടുക്കണം മോളെ. എന്നിട്ട് വേണം നമുക്ക് നേടാനുള്ളതൊക്കെ നമ്മൾ നേടിയെടുക്കാൻ. ആ നയനെ അങ്ങനെയാ മോളെ അവരുടെ മനസ്സിൽ കയറിക്കൂടിയത്. ഇപ്പം അവളെ കാണാതിരിക്കാൻ അവർക്ക് പറ്റത്തില്ലെന്നുള്ള അവസ്ഥയായി. അതുപോലെ നീയും അവരുടെ മനസ്സിലേക്ക് കയറണം. എന്നിട്ട് നയനെ അവരുടെ മനസ്സിൽ നിന്ന് പുറത്താക്കണമെന്ന് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ വിചാരിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് അമ്മയുടെ ഉപദേശമൊക്കെ കേട്ട് അവന്തിക ഡ്രസ്സൊക്കെ മാറിയിട്ട് മുത്തശ്ശിയൊക്കെ കാണാനായിട്ട് അവരുടെ റൂമിലേക്ക് കയറി പോവുകയാണ്. അയർലൻഡിലെ മോഡേൺ ജീവിതവും അവിടുത്തെ ഡ്രസ്സിങ് രീതികളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു നാടൻ പെണ്ണിനെ പോലെ അവൾ അവിടെ അഭിനയിച്ച് തകർക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. മുത്തശ്ശ എന്ന വിളി കേട്ട് അവർ തിരിഞ്ഞു നോക്കി. അവന്തികയെ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. മോളുടെ പഠനമൊക്കെ കഴിഞ്ഞു എന്ന് ജലജ പറയുന്നുണ്ടായിരുന്നു. മോളെന്നിട്ട് മുത്തശ്ശിയും വിളിക്കാൻ എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. ഇതിപ്പോൾ മോൾ ആരെയും അറിയിക്കാതെ പെട്ടെന്നാണല്ലോ വന്നിരിക്കുന്നത്. പറഞ്ഞിരുന്നെങ്കിൽ മോളെ കൂട്ടാനായിട്ട് ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ മുത്തശ്ശൻ. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, മുത്തശ്ശ അത് വേറൊന്നും കൊണ്ടല്ല, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാനാണ് ആരെയും അറിയിക്കാതിരുന്നത്. അങ്ങനെ സർപ്രൈസ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു സന്തോഷമായില്ല മുത്തശ്ശ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവന്തികയെ കണ്ടപ്പോൾ ദേവാനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. മോളുടെ പഠിത്തമൊക്കെ പൂർത്തിയായല്ലേ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കാണ് കേട്ടോ അവന്തികയോട്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതേ മുത്തശ്ശി, എൻ്റെ പഠിത്തമൊക്കെ പൂർത്തിയായി. ഇനിയിപ്പം ഇവിടെ എവിടെയെങ്കിലും ജോലിയൊക്കെ നോക്കണം. ഇവിടെ എവിടെയെങ്കിലും ജോലിയൊക്കെ നോക്കിയിട്ട് ഇവിടെ തന്നെ കൂടാമെന്ന് ഞാൻ വിചാരിച്ചേക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, അതെ, ഇനിയിപ്പോൾ മോൾ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ നിന്നാൽ മതി. അതുപോലെ മോൾക്ക് കല്യാണപ്രായമൊക്കെ ആയി. എത്രയും പെട്ടെന്ന് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് മോളുടെ കല്യാണം നടത്തണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതൊന്നും ഇപ്പം വേണ്ട മുത്തശ്ശ. ഇപ്പം എനിക്ക് എന്തായാലും കല്യാണം കഴിക്കാനുള്ള പ്ലാനൊന്നുമില്ല. എനിക്ക് ആദ്യം നല്ലൊരു ജോലി വേണം. കുറച്ച് നാളിങ്ങനെ ഞാൻ എൻജോയ് ചെയ്യട്ടെ, എന്നിട്ട് മതി കല്യാണമൊക്കെ. ഇപ്പം തന്നെ പ്രാരാബ്ദങ്ങളൊന്നും എടുത്ത് തലയെ വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം തന്നെ മുത്തശ്ശിക്കും ഒരു നീരസമൊക്കെ അവിടെ തോന്നുന്നുണ്ടെങ്കിലും അവരത് പ്രകടിപ്പിക്കുന്നൊന്നുമില്ല. ശരി, ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യങ്ങളല്ലേ, ആരെയും എടുത്തു ചാടി ഇനി ഒരു വിവാഹത്തിന് നിർബന്ധിക്കുന്നൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശിയും കൂടെ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ദേവാനി വരുന്നത്. അപ്പോൾ ദേവാനി അവന്തികയെ കാണുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, മോൾ ഇവിടെ ഉണ്ടായിരുന്നോ? മോള് കുളിച്ച് സുന്ദരിയായാലോ. ഇനി നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. മോൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അമ്മായി അതൊക്കെ ഉണ്ടാക്കി വെക്കാനൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി. അപ്പം നമ്മുടെ അവന്തികയ്ക്ക് നല്ല ദേഷ്യമാണ് കേട്ടോ മനസ്സിൽ. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വിശക്കുന്നില്ല, ഞാൻ വന്നോളാം അമ്മായി എന്നൊക്കെ തന്നെ പറഞ്ഞ് ദേവയാനി എങ്ങും ഒഴിവാക്കി വിടുകയാണ് കേട്ടോ. ദേവയാനിക്കും ചെറിയ വിഷമമൊക്കെ ആവുന്നുണ്ടെങ്കിലും അത് വലിയൊരു വഴക്കിലോട്ടൊന്നും പോകാതിരിക്കാനായിട്ട് ദേവയാനി മിണ്ടാതെ അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നവ്യേച്ചിനെയും കുഞ്ഞിനെയും ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അവന്തിക അവിടുന്ന് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശിയും കൂടെ അവന്തികനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും അമ്മയുടെയും ചേട്ടൻ്റെയും സ്വഭാവം കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. നമ്മളോടിപ്പം നല്ല രീതിക്കാണ് ഇവൾ പെരുമാറുന്നത്. ഇനിയിപ്പോൾ ജലജയുടെയും അബിയുടെയും ഒക്കെ ഉപദേശം കേട്ട് തെറ്റായ വഴിയിലോട്ട് പോകാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നവിയുടെ റൂമിലോട്ട് ചെല്ലുകയാണ് കേട്ടോ അവന്തിക. ആ സമയത്ത് അനന്തപത്മനാഭനെ എടുത്ത് കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും നല്ല ദേഷ്യമാണ് കേട്ടോ അവന്തികയുടെ മുഖത്ത്. എന്നിട്ട് നവിയോട് പറയുന്നുണ്ട്, ഏട്ടത്തിയുടെ അനിയത്തി തന്നെയല്ലേ അബിയേട്ടനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടത്? അമ്മ പറഞ്ഞു എല്ലാ കാര്യങ്ങളും. നവ്യ ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയാ കാര്യങ്ങൾ. എന്തായാലും മോക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. കുഴപ്പമില്ല ഏട്ടത്തി,
ഇങ്ങനെയൊക്കെ പോകുന്നു. എൻ്റെ ഏട്ടൻ്റെ അവസ്ഥ ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. എൻ്റെ ഏട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ആരെയും ഞാൻ വെറുതെ വിടുകയല്ല ഏട്ടത്തി. ഏട്ടത്തിയുടെ അനിയത്തിമാരാണ് അതിന് കാരണമെങ്കിൽ പോലും അവരെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അവന്തികയും നവ്യയും കൂടെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദർശേട്ടൻ്റെയും മനിയുടെയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർ ചെയ്ത തെറ്റൊന്നും വലിയ തെറ്റായിട്ട് ഇവിടെയുള്ളവർക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അബി ചെയ്ത നിസ്സാര തെറ്റുകളെ പോലും അവർ വലിയ രീതിക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അബിയെ അറസ്റ്റ് ചെയ്ത് അവർ ലോക്കപ്പിൽ വെച്ചേക്കുകയാണ്. അനിയത്തിക്കും ഇതിലൊക്കെ ഒരു പങ്കുണ്ടെന്നുള്ളത് എനിക്കറിയാം അവന്തികയെ. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു അനിയത്തിമാരെ ഇനി എനിക്ക് വേണ്ടാന്ന് തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അബിയെ ജയിലിൽ പോകാൻ സമ്മതിക്കരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്നുപേരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പൊരുതണം എന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ പറയുന്നുണ്ട്. അവന്തിക അവസാനം പറയുന്നുണ്ട്, എൻ്റെ ഏട്ടനെ ജയിലിൽ പോകാതെ നോക്കേണ്ടത് എന്നെയും കൂടെ ഉത്തരവാദിത്ത ഏട്ടത്തി. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. എൻ്റെ ഏട്ടൻ ജയിലിൽ പോകാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ലെന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ നമ്മുടെ അവന്തിക. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവന്തിക അവിടുന്ന് പോവുകയാണ് കേട്ടോ. അതിനുശേഷം അവന്തിക ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അബിയെ കാണാനായിട്ട് സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ സ്റ്റേഷനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ജലജയോട് പറയുന്നുണ്ട്, ഞാനെന്തായാലും പോയി ഏട്ടനെ ഒന്ന് കണ്ടിട്ട് വരാമെന്നൊക്കെ. ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, ആ നന്ദി ചിലപ്പോൾ കാണാൻ സമ്മതിച്ചെന്ന് വരില്ല. ഇവിടുത്തെ നയനയുടെ അനീതിയാണ് അവളും അവളുടെ അനീതിയും കൂടെ ചേർന്നിട്ടാ ഈ കുടുംബത്തിനകത്ത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് മോളെ അവളെ ഒന്ന് നീ സൂക്ഷിച്ചോണം. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല അവള് ഭയങ്കര ബുദ്ധിശാലിയാ. ഇച്ചിരി വലിയ കൂടിയ ഇനം തന്നെയാ. അത്ര പെട്ടെന്നൊന്നും അവളെ മെരുക്കിയെടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അവളെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അമ്മേ, നമുക്കിപ്പോൾ അതല്ലല്ലോ ആവശ്യം. ഏട്ടനെ എങ്ങനെയെങ്കിലും ജയിലിൽ പോകാതെ ഇറക്കിക്കൊണ്ട് വരിക എന്നുള്ളതല്ലേ. അതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ഞാനിപ്പോൾ ഏട്ടനെ കാണാൻ പോകുന്നത്. എന്തായാലും സ്വന്തം അനിയത്തിയായി എനിക്ക് ഏട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് അവൾ പറയുകയല്ലോ. അവൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഏട്ടനെ കാണാതെ ഞാൻ എന്തായാലും ഇങ്ങോട്ടേക്ക് വരികയില്ലെന്ന് തന്നെ പറയുകയാണ് കേട്ടോ നമ്മുടെ അവന്തിക. അങ്ങനെ അതും പറഞ്ഞിട്ട് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പുറത്തേക്കുന്ന എസ് ഐയോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ എസ് ഐ മേഡത്തെ ഒന്ന് കാണണം എന്നൊക്കെ. എന്തായാലും ഞാനൊന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കയറി വരികയാണ് അകത്തോട്ട്. എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, മേഡത്തിനെ കാണാനായിട്ട് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. ചോദിച്ചപ്പം അബിയുടെ പെങ്ങളാന്നാ പറഞ്ഞത്. എന്താ മേഡം അവളെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടണമെന്നൊക്കെ ചോദിക്കുക. അപ്പം നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓഹോ അവളും അപ്പം ലാൻഡ് ചെയ്തല്ലേ, എന്തായാലും താൻ അവളെ ഇങ്ങ് കയറ്റി വിട്, അവൾ ഇനി എന്താ പറയാൻ പോകുന്നതെന്ന് നോക്കാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അയാൾ ചെന്നിട്ട് പറയുന്നുണ്ട് മേഡം വിളിക്കുന്നുണ്ടെന്ന്. അങ്ങനെ വലിയ ഗൗരവത്തോട് കൂടി തന്നെ അവൾ വലിയ ആൾ കളിച്ച് കയറി വരികയാണ് കേട്ടോ. അവൾ അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും തന്നെ നന്ദു പറയുന്നുണ്ട്, ആഹാ വാ ഇരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പം തന്നെ നന്ദു കളിയാക്കുകയാണെന്നുള്ളത് അവൾക്ക് മനസ്സിലായി. അവൾ പറയുന്നുണ്ട്, ഞാൻ ആരാണെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അല്ല നിങ്ങളാരാന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? വല്ല കംപ്ലൈൻറ്റും ബോധിപ്പിക്കാനുണ്ടോ? വല്ല പരാതിയും തരാനായിട്ടാണോ വന്നതെന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അവന്തിക്ക് ദേഷ്യം വന്നിട്ട് അവന്തിക പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ വെറുതെ കളിയാക്കരുത് കേട്ടോ. ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, എന്താ വിളിച്ചേ നീന്നോ? ഞാൻ ഇവിടുത്തെ എസ് ഐ ആണ്. എന്നെ മേഡം എന്ന് വേണം വിളിക്കാൻ, ഇല്ലെങ്കിൽ മേഡം എന്ന് വിളിപ്പിക്കാൻ എനിക്കറിയാമെന്നും പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അവന്തിക പറയുന്നുണ്ട്, ഞാനിപ്പോൾ വന്നത് ഇവിടെ വഴക്കുണ്ടാക്കാനായിട്ടൊന്നുമല്ല, എനിക്ക് എൻ്റെ ഏട്ടനെ ഒന്ന് കാണണം, ഏട്ടനോടൊന്ന് സംസാരിക്കണം എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, ഏട്ടൻ ആ ലോക്കപ്പിൽ കിടപ്പുണ്ട്, പോയി കാണുകയോ സംസാരിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയുകയാണ് കേട്ടോ. അമ്മ വന്നായിരുന്നു വക്കീലിനെയും കൂട്ടിക്കൊണ്ട് ഏട്ടനെ ജാമ്യത്തിലിറക്കാൻ. എന്നിട്ട് ഞാൻ ജാമ്യം കൊടുത്തില്ല, അതുകൊണ്ടാണോ ഇപ്പം അനിയത്തി വന്നതെന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ അവന്തിക പറയുന്നുണ്ട്, എൻ്റെ ഏട്ടനെ രക്ഷിക്കാൻ എനിക്കറിയാം, എനിക്കതിന് ആരുടെ സഹായം ആവശ്യമില്ല, എൻ്റെ ഏട്ടനെ എങ്ങനെ പുറത്ത് കൊണ്ടുവരണം എന്നുള്ളത് എനിക്കറിയാമെന്നൊക്കെ തന്നെ പറഞ്ഞ് നന്ദുവിനെ വിളിച്ചിട്ട് അവൾ ഇറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് അബിയുടെ അടുത്ത് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അബിയെ കാണാനായിട്ട് സെല്ലിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അബിയെ കാണുമ്പോഴേക്കും തന്നെ അവൾക്ക് ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിളിക്കുന്നുണ്ട് ഏട്ടാന്നുള്ള വിളി കേൾക്കുമ്പോഴേക്കും അബി പെട്ടെന്ന് തന്നെ അവന്തികയുടെ അടുത്തോട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. മോൾ എപ്പോഴാ വന്നത്? മോള് വരുന്ന കാര്യം അമ്മ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും, അത് പിന്നെ ഏട്ടാ, ഞാൻ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളായിരുന്നു. പക്ഷേ ഞാൻ വിളിച്ചപ്പം ഏട്ടൻ്റെ കാര്യം അമ്മ പറഞ്ഞു, പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല, ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങ് പോകുന്നു എന്ന് പറയുകയാണ്. എന്താ ഏട്ടാ സംഭവിച്ചത്? എന്തിൻ്റെ പേരിലാണ് ഏട്ടൻ ഇങ്ങനെ അറസ്റ്റ് ചെയ്തേക്കുന്നത്? ഇത് ആരുടെ ചതിയാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവി പറയുന്നുണ്ട്, അതെന്ത് പറയാനാ മോളെ, ഞാൻ കുറച്ച് സ്വർണ്ണ ആഭരണങ്ങളാക്കി വിറ്റു. അമ്മ പറഞ്ഞില്ലേ നിന്നോട് കാര്യങ്ങളൊക്കെ. ഞാൻ ചെയ്തതിനേക്കാളും എത്രയും വലിയ തെറ്റാ ആദർശ ചെയ്തേക്കുന്നത്. എന്നിട്ട് ആദർശനെതിരെ ഒരു നടപടിയോ ഒരു ചോദ്യം ചെയ്യലോ ഒന്നും തന്നെ ഉണ്ടായില്ല. അവനെതിരെ ഒരു കേസും വന്നില്ല. ഇത്രയും ചെറിയ തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് അവരെല്ലാവരും കൂടി എന്നെ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ കിടത്തിയേക്കുന്നത്. ഞാൻ നന്ദി ഇറങ്ങിക്കോട്ടെ, ആരെയും ഞാൻ വെറുതെ വിടില്ല, എല്ലാവരെയും ഞാൻ ഇതിന് പകരം കരയിപ്പിച്ചിരിക്കും എന്നൊക്കെ തന്നെ അഭി പറയുന്നുണ്ട്. അപ്പോൾ അവന്തികയും പറയുന്നുണ്ട്, അതെ ഏട്ടാ,
ആ ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ ഞാനും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഏട്ടൻ എന്തായാലും ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഞാൻ ഏട്ടനെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുകയില്ല. അമ്മ പറഞ്ഞിരുന്നു എല്ലാ കാര്യങ്ങളും. അമ്മ ഒരു വക്കീലിനെയും കൊണ്ട് ഇവിടെ വന്നപ്പോഴേക്കും അവൾ ജാമ്യം കൊടുക്കുകയില്ലെന്നാ പറഞ്ഞത്. എന്തായാലും കോടതിയിൽ നിന്ന് ഏട്ടന് ജാമ്യം കിട്ടുമല്ലോ. നമുക്ക് കോടതിയിൽ നല്ലൊരു വക്കീലിനെ വെച്ച് തന്നെ വാദിക്കണം ചേട്ടാ. ചേട്ടനെ പുഷ്പം പോലെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരണം എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നവ്യയുടെയും നയനയുടെയും ഒക്കെ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നവ്യ ഇപ്പം നമ്മുടെ കൂടെയാണ്. നവ്യേനെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് എൻ്റെ വശത്താക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കാര്യം കുഴപ്പമില്ല. പിന്നെ ആ നയന എന്ന് പറയുന്നവളെ സൂക്ഷിക്കണം. അവളാണ് ഇതിൻ്റെ എല്ലാം പിറകില്. ആദർശിന് വേണ്ട ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത് അവളാണ്. അവളിപ്പോൾ ഗർഭിണിയാണ്. ആ ഗർഭം ഇല്ലാതായാൽ തന്നെ നമ്മൾ വിജയിച്ചു. ആ ഗർഭം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ നോക്കണം എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ നമ്മുടെ അവന്തികയുടെ അടുത്ത്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതിൻ്റെ കാര്യം ഞാൻ ഏറ്റു കേട്ടാ. ഞാനില്ലേ ഇനിയിപ്പോൾ ഇവിടെ. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയും കണ്ടും ചെയ്തോളാം. ഇനിയിപ്പോൾ എന്തായാലും അനന്തപുരിയിലുള്ള ആരും സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുകയില്ല. എല്ലാവർക്കും ഒരു സമാധാനക്കേട് ഞാൻ ഉണ്ടാക്കും എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ അവന്തിക. അങ്ങനെ അവന്തിക അബിയോട് സംസാരിച്ചിട്ട് വേറൊരു വക്കീലിനെയൊക്കെ കാണാനായിട്ട് പോകുന്നുമുണ്ട്. നാളെ കേസ് കോടതിയിൽ എത്തുമ്പോഴേക്കും അബിയേട്ടന് ജാമ്യം കിട്ടണം. അതിനു വേണ്ടിയിട്ട് നല്ല പ്രഗത്ഭനായ ഒരു വക്കീലിനെ തന്നെ അവർ റെഡിയാക്കുന്നുണ്ട്. അതിനുശേഷം അബിയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നയനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണം. അതിനു വേണ്ടിയിട്ട് ജലജയും അവന്തികയും കൂടി ഇരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജലജ അവന്തികയോട് പറയുന്നുണ്ട്, മോളെ കല്യാണം കഴിഞ്ഞ് കുറേ നാൾ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമല്ലേ അവളിപ്പോൾ ഗർഭിണിയായത്. അതുകൊണ്ട് തന്നെ അവളോട് നന്നായിട്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവളെ കൊണ്ട് ഒരു പണി എടുപ്പിക്കാതെയാണ് അവർ നോക്കുന്നത്. ഓഫീസിലോട്ട് പോലും പോകണ്ടെന്നും പറഞ്ഞ് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുക ദേവയാനി. അതുകൊണ്ടൊന്ന് കാൽ വഴുതി വീണാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഗർഭം അങ്ങ് അലസി പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നമുക്ക് ഇല്ലാതാക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അവന്തികയ്ക്കും തോന്നുന്നത്, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി എന്നുള്ള കാര്യം. അവന്തിക എന്നിട്ട് ജലജയോട് പറയുന്നുണ്ട്, അമ്മേ ഇനിയുള്ള കാര്യം ഞാൻ ഏറ്റു. അവളെ ഒന്ന് വീഴിച്ചാൽ പോരെ. അവളൊന്ന് വീണ അവളുടെ ഗർഭം അലസി പോകുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനാണ് ഇത്ര താമസം. എന്തായാലും അവൾ വൈകിട്ട് കുളിക്കാൻ ബാത്റൂമിൽ കയറുമല്ലോ. ആർക്കും സംശയമാകാത്ത രീതിയിൽ അവൾ ബാത്റൂമിൽ തെന്നി വീണ ആ വീഴ്ചയിൽ ആ കുഞ്ഞ് അലസിപ്പോയാൽ അതും അങ്ങനെ പോരെ അമ്മേ. ആർക്കും സംശയമാകാത്ത രീതിയിൽ ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ നല്ലൊരു ഐഡിയ തന്നെ ഉണ്ടമ്മേ. അവൾ ബാത്റൂമിൽ കയറുന്ന സമയത്ത് കാല് വഴുതി അവിടെ വീണാൽ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആകില്ലേ അമ്മേ. അങ്ങനെ ചെയ്താൽ മതി. അതാകുമ്പോൾ ആർക്കും നമ്മളെ സംശയവും ആകത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കറിയാം. അക്കാര്യം അമ്മ എനിക്ക് വിട്ടേരെ. ഞാനത് വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ ജലജയോട് പറയുകയാണ് കേട്ടോ അവന്തിക. എന്നിട്ട് താഴെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയുടെയും ആദർശിൻ്റെയും റൂമിൽ ആരും ഇല്ലെന്ന് മനസ്സിലാക്കിയ നമ്മുടെ അവന്തിക ആരും കാണാതെ തന്നെ അവരുടെ ബാത്റൂമിനകത്ത് ഒരു വഴുക്കിലുള്ള സെറം ഒഴിച്ചു വിടുകയാണ്. അവൾ ബാത്റൂമിൽ കയറുമ്പോഴേക്കും തന്നെ അവളുടെ കാലിൽ ആ സെറത്തിൽ ചവിട്ടിയിട്ട് വഴുതി അവൾ അവിടെ വീഴും. ആ വീഴ്ചയിൽ അവളുടെ കുഞ്ഞിന് എന്തെങ്കിലും ഉറപ്പായിട്ട് സംഭവിക്കുമെന്നൊക്കെ തന്നെ ഇവർ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഇതൊന്നും അറിയാതെ റൂമിലോട്ട് കയറി വരുന്ന നയന ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ ബാത്റൂമിനുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ബാത്റൂമിനുള്ളിലെ ആ ദ്രാവകത്തിലോട്ട് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ കാല് വഴുതിപ്പോയിട്ട് നയന ബാത്റൂമിൽ തന്നെ വീഴുകയാണ്. നയന വലിയവായിൽ കരയുന്ന ആ ശബ്ദമൊക്കെ കേട്ടോണ്ട് അങ്ങോട്ടേക്ക് ദേവയാനിയും ജാനകിയും അതുപോലെ തന്നെ ഒന്നും അറിയാത്ത ഭാവത്തിൽ ജലജയൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നയനമോളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നൊക്കെ ഉണ്ട്. കാല് വഴുതി പുറകോട്ട് വീണത് കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആദർശിനെയൊക്കെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് കാര്യമായ ചെക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ല. കാല് വഴുതി പുറകോട്ട് വീണത് കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. എന്നാൽ ഇനി ഇങ്ങനെ സംഭവിക്കാനേ പാടില്ല. എപ്പോഴും ഇനി സൂക്ഷിക്കണം. ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് 2 ജീവനെയും ബാധിക്കും എന്നൊക്കെ തന്നെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആകെ പേടിയും ടെൻഷനും ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പം കുഞ്ഞ് ഓക്കെയാണ്. ഇപ്പം നിലവിലെ പ്രശ്നങ്ങളൊന്നുമില്ല. നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. ഒന്ന് വീണതിൻ്റെ വേദന ദേഹത്തിനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഡോക്ടർ. അങ്ങനെ എല്ലാവരും വളരെ കെയറായിട്ട് തന്നെ നയനയെ നോക്കുകയാണ് കേട്ടോ. എന്നാൽ നയന ബാത്റൂമിൽ തെന്നി വീണതിൽ എന്തോ ഒരു അസ്വാഭാവികതയുണ്ടെന്ന് മനസ്സിലാക്കിയ ആദർശ് ബാത്റൂമിലൊക്കെ ഒന്ന് വന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. ദേവയാനിയും കൂടെ ഉണ്ട് കേട്ടോ. എന്നാൽ അത് വഴുക്കലുള്ള ഒരു സെറമായതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും അവർക്ക് കണ്ടെത്താനും പറ്റിയില്ല. അതേസമയത്ത് അവന്തികയ്ക്കും ജലജയ്ക്കും ഒക്കെ അവൾ വീണോന്ന് കേട്ടപ്പം ഒരുപാട് സന്തോഷമായെങ്കിലും ആ വീഴ്ചയിൽ അവക്കോ അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനോ ഒന്നും സംഭവിച്ചില്ല എന്ന് കേൾക്കുമ്പോൾ ഒരു നിരാശയാണ് ഉണ്ടാവുന്നത്. എല്ലാവരുടെ മുമ്പിൽ പുറമെ അവരൊരു ആശ്വാസമൊക്കെ അഭിനയിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. നയന ബാത്റൂമിൽ വഴുതി വീണു എന്നുള്ള കാര്യമൊക്കെ നന്ദാവനത്തിലുള്ളവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നയനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് കനകയും ഗോവിന്ദനും നന്ദുവും ഒക്കെ കൂടിയിട്ട് എത്തുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദുവിനാണെങ്കിലും ആകെ സംശയമാണ് കേട്ടോ. കാരണം ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ചേച്ചി എങ്ങനെയാണ് ബാത്റൂമിൽ വഴുതി വീണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാനായിട്ട് ബാത്റൂമിലൊക്കെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യമായിട്ട് ഒന്നും തന്നെ ബാത്റൂമിൽ ഇല്ലാന്ന് മനസ്സിലാക്കുന്ന നന്ദു നേരെ ചെല്ലുന്നത് അവന്തികയുടെ അടുത്തോട്ടാണ് കേട്ടോ. അവന്തികനും ജലജേനുമാണ് നമ്മുടെ നന്ദുവിന് സംശയം. അവന്തികയുടെ അടുത്തിട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നന്ദു, എന്റെ ചേച്ചിക്ക് ഇന്ന് പറ്റിയ ഈ ഒരു അപകടം അത് സ്വാഭാവികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ചേച്ചിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ആരോ മനഃപൂർവ്വം ഇങ്ങനെയുള്ള കാര്യം. എന്റെ ചേച്ചി ബാത്റൂമിൽ വഴുതി വീണതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഞാൻ എന്തായാലും വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അവരത് എന്ത് ഉദ്ദേശിച്ചാണ് അങ്ങനെ ചെയ്തെങ്കിലും അതൊന്നും നടക്കാനും പോകുന്നില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ അവരോട്. അവരാണെങ്കിൽ ഇത് കേട്ടിട്ട് ആകെ കലിതുള്ളിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ ഏട്ടനെ അകത്താക്കിയതുപോലെ ബാക്കിയുള്ളവരെയും കൈകാര്യം ചെയ്യാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. നിന്റെ ഏട്ടനെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ്. അതുപോലെ ആന്നൊന്ന് ഇറങ്ങി അന്വേഷിച്ചാൽ ഇതിന്റെ പിന്നിലും ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ എനിക്ക് വലിയ പ്രയാസമൊന്നും ഇല്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ അവന്തിക ഒന്ന് പതറുന്നുണ്ട്. അപ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞു വരുന്നേ? നിന്റെ ചേച്ചി ബാത്റൂമിൽ വഴുതി വീണത് ഞങ്ങൾ കാരണമാണോ? നിന്റെ ചേച്ചി നോക്കി നടക്കാനിട്ടല്ലേ ബാത്റൂമിൽ വഴുതി വീണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ടേക്ക് ദേഷ്യപ്പെടുകയാണ് കേട്ടോ നന്ദുവിൻ്റെ അടുത്ത്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്കറിയാം, നിർത്തിക്കോ. ആരോടാ സംസാരിക്കുക എന്നുള്ളത് നിനക്കറിയാവല്ലോ. എന്നോട് കൂടുതൽ വളച്ചെടുത്തോണ്ട് വരരുത് കേട്ടോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ നന്ദു. ചേട്ടനെ അതേ പാത പിന്തുടർന്ന് പോകാനാ നിന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിലേ നിന്നെയും നിന്റെ ചേട്ടനെ പോലെ പിടിച്ചകത്താക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് നീ കൂടുതൽ വെളച്ചെടുക്കാൻ നിൽക്കരുത്. അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ നിനക്ക് തന്നെ കൊല്ലാന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ നമ്മുടെ നന്ദു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, കാണാവടി, ആരെ ഇവിടെ പത്തി മുടക്കി പോകാൻ പോകെയുള്ളത് നമുക്ക് കാണാം. നിന്നെ നിന്റെ ചേച്ചിമാരെയും നിന്റെ കുടുംബത്തെയൊക്കെ എങ്ങനെ ഇല്ലാതാക്കണം എന്നുള്ളതൊക്കെ എനിക്കറിയാവടി. നീ നോക്കിയിരുന്നോ, നിനക്കിട്ടുള്ള പണി വരുന്നുണ്ടെന്നൊക്കെ തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ അവന്തിക. ഇപ്പൊ തൽക്കാലത്തേക്ക് നിന്റെ ചേച്ചി രക്ഷപ്പെട്ടെങ്കിലും ഒന്നും അവസാനിച്ചിട്ടില്ലടി. എല്ലാത്തിനും ഒരു പകരം വീട്ടൽ ഉറപ്പായിട്ടും ഉണ്ടാകും. വരും ദിവസങ്ങളിൽ ഇതിലും വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. നീ കരുതിയിരുന്നോടി. ഇനി ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങളൊന്നും നിനക്ക് എൻ്റെ വീട്ടിലുള്ളവർക്കൊന്നും സഹിക്കാൻ പറ്റുന്നതായിരിക്കുകയില്ല. എന്തായാലും എൻ്റെ സ്വഭാവമൊക്കെ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ആ ഒരു ഭാവവ്യത്യാസം അവന്തികയുടെ മുഖത്തും കാണാനുണ്ട്. അനന്തപുരി തറവാട് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വലിയൊരു പകപോക്കലിന്റെ നാളുകളിലേക്ക് തന്നെയാണ്. എൻ്റെ ചേട്ടനെയും അമ്മയൊക്കെ ഇത്രത്തോളം വിഷമിപ്പിച്ചിട്ട് ഇവിടെ ആരും അധിക കാലം സന്തോഷത്തോടെ ജീവിക്കാമെന്നൊന്നും ഓർക്കണ്ടെന്നൊക്കെ തന്നെ മനസ്സിൽ വിചാരിച്ചു നോക്കിയാണ്. അങ്ങനെ അബിയെ പുറത്തിറക്കാനും അതുപോലെ തന്നെ നയനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനും ഒക്കെ ആയിട്ട് ഓരോരോ പ്ലാനുകൾ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജലജയും അവന്തികയും കൂടിയിട്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.